ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻകറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു മീൻകറിക്ക് പ്രത്യേകതകളുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു ടൈപ്പ് കറിയാണ് ഈ ഒരു മീൻകറിക്കുള്ളത്. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രേവി ടൈപ്പ് കറിയാണിത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതിൽ തക്കാളി ഉള്ളി അങ്ങനത്തെ ചണ്ടികളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രേവി ടൈപ്പ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് ഞെരടി എടുക്കുന്നുണ്ട്. അതിലുള്ള സത്തൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാർ എടുക്കാം. അതിലേക്കൊരു 1.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് കൂടുതൽ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 3 തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8 അല്ലി ചെറുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇതിപ്പം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ആവശ്യമില്ല കേട്ടോ. അപ്പം 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഈ ഒരു ഗ്രേവി ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജാറ് ചുഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ലൂസിലാണ് ഈ ഒരു സമയത്ത് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. അത് കുറച്ച് ടൈം എടുക്കും വേവാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷേ എന്നാലും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതിലുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ അത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ആവോലിയുടെ കുറച്ച് കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. തലൻ്റെയും വാലിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏത് മീനും ചേർത്ത് കൊടുക്കാം. ചെറിയ മീനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മതി കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളിയൊക്കെ ബ്രൗൺ നിറമാകുമ്പം നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണം ഈ ഒരു കൂട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അത് കറിയിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു 2 മണിക്കൂർ വെക്കുന്തോറാണ് ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് കൂടി കിട്ടുന്നത്. ഇതൊരു നല്ല ഗ്രേവി ടൈപ്പ് കറി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൽ പെറുക്കിടാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. തക്കാളി ഉള്ളിയൊക്കെ നമ്മൾ അരച്ചെടുത്തോണ്ട് തന്നെ ഈ ഒരു കറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രേവി പോലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.